ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് മെസ്സേജൊക്കെ അയക്കുന്നവർക്ക് 1000 നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം, എന്നാലേ ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ കാണണമെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നേഴ്സിംഗ് റിലേറ്റഡ്, ദുബായിൽ നേഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ 1 by 1 ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ എന്നോട് ചോദിക്കുന്നത് അത് എനിക്ക് അറിയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി 2 ഇയർ മസ്റ്റ് ആയിട്ട് വേണം ദുബായിൽ ജോലി കിട്ടാനായിട്ട് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞോട്ടെ, നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാനും ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സംഭവം ചെയ്യാനും പറ്റുള്ളൂ. അത് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഫ്രഷ് 2 ഇയർ എക്സ്പീരിയൻസ് അല്ല, ഫ്രഷ് 2 ഇയർ എക്സ്പീരിയൻസ് തന്നെ വേണോന്ന് ചോദിക്കുന്നത്. അതെ, നമുക്ക് എവിടെയെങ്കിലും ഒരു വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് അങ്ങനെ പഠിച്ചിറങ്ങിയ പാടെ തന്നെ, അതായത് നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയില്ല, നമ്മളെവിടെയെങ്കിലും നിന്ന് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ എടുക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഏത് ഇതിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെ ആദ്യം എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒരു 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണം. എന്നാൽ മാത്രമാണ് ദുബായിലേക്ക് ഉള്ള സംഭവങ്ങൾ, എക്സാം കാര്യങ്ങൾ, ലൈസൻസ് എക്സാം എഴുതിയാലേ നമുക്ക് DHA അല്ലെങ്കിൽ MOH അങ്ങനത്തെയൊക്കെ പറയുന്ന ലൈസൻസ് കിട്ടുള്ളൂ. അത് കിട്ടിയാലേ ഇവിടെ ജോലി കിട്ടുള്ളൂ. വിത്തൗട്ട് ലൈസൻസിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ ANM കാട്ടിയും താഴ്ന്ന പണികളും ഞാൻ ഹോം കെയറിനെ കുറിച്ചൊക്കെ കിട്ടുന്നുണ്ടാകും, അങ്ങനത്തെ ജോലിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രജിസ്റ്റർഡ് നേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം എഴുതണമെങ്കിൽ എന്താ പറയുക, 2 ഇയർ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമുക്ക് എക്സാം എന്താ പറയുക എഴുതാൻ പറ്റും. പക്ഷേ ഡാറ്റ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഡാറ്റ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ ഫ്ലോ എല്ലാം കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എലിജിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം കിട്ടുള്ളൂ, ലൈസൻസിന്റെ ആദ്യ ഭാഗം കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ആ എലിജിബിലിറ്റി ലെറ്ററാണ് നമ്മൾ പിന്നീട് ലൈസൻസിലേക്ക് കൺവേർട്ട് ആക്കിയിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും UAE നിങ്ങൾ ജോലി നോക്കുകയാണെങ്കിൽ 2 ഇയർ അല്ലെങ്കിൽ മോർ ദാൻ 2 ഇയർ എക്സ്പീരിയൻസ് എന്തായാലും വേണം. അല്ലാണ്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് കൺട്രിയിലും കിട്ടില്ല കേട്ടോ. ഔട്ട്സൈഡ് കൺട്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ലൈസൻസ് എന്താ, എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് പോയി കാണണം. അപ്പോൾ 2 ഇയർ മസ്റ്റായിട്ട് വേണം കേട്ടോ, 2 ഇയർ എങ്കിലും വേണം. പിന്നെ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. അത് പറഞ്ഞ് പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിനല്ല, നാട്ടിലോ എവിടെയോ 2 ഇയർ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ, അതായത് ദുബായിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്കും, അതിനാണല്ലോ ഫ്രഷർ എന്ന് പറയുന്നത്, അവർക്കും ജോലി കിട്ടുന്നുണ്ട് കുറഞ്ഞ സാലറിയിൽ. പക്ഷെ എവിടെയാണെങ്കിലും ലൈസൻസ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈസൻസ് ഉള്ളവർക്കാണ് മുൻഗണന. ഒരു 99% ലൈസൻസ് ഉള്ളവർക്കാണ് മുൻഗണന. പിന്നെ ഒരു 1% ആണ്, അത് ഹോം കെയർ അങ്ങനത്തെ കാറ്റഗറിയിലേക്ക് പോകുള്ളൂ. ഹോസ്പിറ്റൽ അങ്ങനത്തെ സ്ഥലങ്ങളിലോ ക്ലിനിക്കിലോ ഒന്നും വിത്തൗട്ട് ലൈസൻസിൽ സ്റ്റാഫിനെ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ മെസ്സേജിങ് മീ. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.